ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല സെൽഫി ആകട്ടെ. ആ ഫ്രണ്ടിൽ പോണ കാറും നമ്മുടെ കാറും ഒപ്പാണേ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോണതാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ സിസ്റ്റർ ചാനൽ ഫാത്തിമ പൊന്നൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവ്. എടാ ഇപ്പൊ എത്ര സമയം കൂടി പറയും? സമയം ഇപ്പോൾ 1:20 രാത്രി 1:20. ഇതൊന്നും വലിയ പുത്തിരില്ല. ഈ ആദ്യമായിട്ട് പോണ കാരണം എനിക്ക് തോന്നുന്നു. അല്ല ഞാൻ പോവാറുണ്ട്. ഞങ്ങള് ചെക്കന്മാരെ എപ്പോഴും പോവാറില്ല. അല്ല ഞങ്ങളും പോയിട്ടാ. അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ പറയട്ടെ. അതായത് നമ്മുടെ മറ്റേ ഫോളോവേഴ്സിനോട് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരോടും നമ്മള് കാര്യങ്ങൾ പറയട്ടെ. അപ്പോ നമ്മൾ ഈ ചെക്കന്മാരെ കൂടെ ഒക്കെ നമ്മള് രാത്രി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും നമ്മള് രാത്രി പുറത്തേക്കൊക്കെ പോവാറുള്ളതാണ്. അതൊരു വൈബാണ്. അപ്പോ ഇപ്പൊ വന്ന് നോക്കുമ്പോ എനിക്കൊരു ആഗ്രഹം, നമ്മുടെ ഫാമിലിയുടെ കൂടെയും രാത്രി ഒന്ന് ഇങ്ങനെ പുറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് കുറെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അതും ഒരുപാട് മിഡ് നൈറ്റിൽ പോകണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്രയും ടൈം നമ്മൾ സംസാരിച്ചിരുന്നിട്ട് ഈ ഒരു നേരത്തെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കെട്ടത്. ഇപ്പൊ സമയം 1:30 ഇതുവരെ നമ്മളെല്ലാരും വർത്താനം പറഞ്ഞിരുന്നില്ലേ? നമ്മളെല്ലാരും വർത്താനം 3 ദിവസമായി പ്ലാൻ ചെയ്യണം ഇപ്പൊ ഇതിന് വേണ്ടിട്ട്. അപ്പൊ ഇന്നലെ നേരം വൈകി. ഒരു വണ്ടിയിൽ പോകാൻ എന്തായാലും പറ്റില്ല. അപ്പൊ നമ്മൾ 2 വണ്ടി എടുത്തിട്ട് നമ്മൾ ചെറുതുരുത്തിക്കാണ് പോണത്. ചെറുതുരുത്തിയിൽ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അവിടെ പോണു. സാധാരണ ചക്കന്മാരൊക്കെ അതിൽ പോയാൽ ചായ കുടിക്കണു, കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരിക്കണു. എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ തിരിച്ചു പോരണം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അറിയില്ല ഇനിയിപ്പോ അവിടെ പോയിട്ട് എന്തൊക്കെ കഴിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ പോയിട്ട് പല ഐറ്റംസുകളും കാണും പിടിക്കൊക്കെ ചെയ്യും. അപ്പൊ ആരും കൈയിട്ട് വരാൻ നിൽക്കണ്ട, ചായ മാത്രം അലൗഡുള്ളൂ. അപ്പൊ ചായ കുടിക്കുക, എൻജോയ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. വഹാബളിനും ടീമുണ്ട്. ഇപ്പഴാണ് ആ കാർ ഓടിക്കണത്. അതില് വഹാബുണ്ട്, കൊച്ചുമോളുണ്ട്, പിന്നെ ആരാ മുർഷിയുണ്ട്, മുർഷിയുടെ കുട്ടിയുണ്ട്, മുർഷിയുടെ ഒരു കുഞ്ഞുകുട്ടി ഇവിടെ ഉണ്ട്. മൂവിയുടെ അടുത്ത് കുഞ്ഞു വാവ, കുഞ്ഞുകുട്ടി ഇവിടെ ഉണ്ട്. കുഞ്ഞു വാവന്ന് കാണിച്ചെടുത്ത് കുഞ്ഞുവാവനെ. മാഷാ അല്ലാഹ്. മൂവിയുടെ അടുത്ത് കുഞ്ഞുകുട്ടി ഉണ്ട്. പിന്നെ മക്കളെ കാര്യം പറഞ്ഞു മക്കളുടെ എന്റെ 2 മക്കള് അവർക്ക് സ്കൂളുണ്ട്, മദ്രസ. പിന്നെ മാത്രല്ല എല്ലാരും കൂടിയിട്ട് കൊണ്ടുപോകൊക്കെ ചെയ്യാം. കൊണ്ടുപോകണോട് കുഴപ്പമില്ല. നമ്മളിപ്പോ ഇന്ന് പ്ലാൻ ചെയ്ത കാരണം കുട്ടികൾക്ക് സ്കൂള് കാരണം അവരൊക്കെ ഉറക്കാവോ? അല്ല അവരൊക്കെ സ്കൂളിട്ട് വന്ന ക്ഷീണത്തിലല്ലേ? അതാണ് സ്കൂള് മാത്രല്ല, സ്കൂള്, മദ്രസ, പിന്നെ ട്യൂഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പോരാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളത്തെ ക്ലാസ് മുടക്കേണ്ടി വരും. അപ്പൊ ക്ലാസ് മുടക്കിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ എന്തിനു നിക്കണ്ട. ഇതിപ്പോ ഞാനൊരു പ്രവാസിയാണ്, ഇപ്പൊ ഒരു പ്രവാസിയാണ്. അപ്പൊ ഞങ്ങൾ എൻജോയ് ചെയ്യാണ് ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ. അപ്പൊ അതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ്. പിന്നെ വിഷമമുണ്ട്, കാരണം കുട്ടികളെ ഒറ്റക്കാക്കി വരാൻ പറ്റൂല. കറന്റ് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് കുട്ടികൾക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. അത് കാരണം ഉമ്മാനവിടെ നിർത്തിയായി നമുക്ക് നല്ല വിഷമമുണ്ട്. ഉമ്മാനെയും കുട്ടികളെയും കൂട്ടിയിട്ട് നാളെ എന്തായാലും രാത്രി, അതായത് ഒരുപാട് രാത്രി ഒന്നുമില്ല, നമ്മള് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ കുട്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു, കുട്ടികളും ഇപ്പയും ഇവനും കൂടി പോവുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് അവരെ ഒന്ന് കറക്കി കൊണ്ടുവരിക. തീർച്ചയായിട്ടും. അല്ല, കുട്ടികളായിട്ട് നമ്മള് രീതിയിലല്ലേ പറ്റുള്ളൂ. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അതിന് കുട്ടികളെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ട അവര്, അതായത് ഞാൻ അവരുടെ പുറത്ത് പോയിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഏത് ഫുഡാണ് വേണ്ടത്. അപ്പോ എല്ലാവരും അഭിപ്രായം ചോദിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ അഭിപ്രായം നോക്കി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ അവരെ നല്ല രീതിക്ക്, അതായത് ഇവിടുന്ന് ലോങ് ഡ്രൈവ് പാലക്കാട് വരെ 63 കിലോമീറ്ററാണ്. വെറും ഞാനും കുട്ടികളും മാത്രം, വേറെ ഒരാളിനും ഞാൻ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അത് ആ ഒരു രീതിയിലൊക്കെ അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പെങ്ങന്മാരായിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് കല്യാണം പറച്ചിലും കാര്യങ്ങളൊക്കെ കാരണം എവിടേക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു സങ്കടമാണ് ഇപ്പൊ നമ്മള് തീർക്കുന്നത്. ഓക്കെ, ബാക്കി അവിടെ പോയിട്ട് അറിയില്ല, കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെവിടെ എത്തി ബിലാൽ മോനെ? നമ്മളിതാ പീടിയുടെ മറത്തെത്തി. ഏത് പീടിയുടെ? ചായ പീടിയുടെ പീടി നമുക്ക് അവിടെ പോകുമ്പോ കാണിച്ചു കൊടുക്കാന്നല്ലേ. എന്താണ് കിസ്മത്താ? എന്താ ഉബിയെ? ചെറുതുരുത്തിക്കാർക്ക് അറിയാം. ചെറുതുരുത്തിക്കാരുടെ ഫേമസ് ഹോട്ടലാണ്. ചെറുതുരുത്തിക്കാർക്ക് ഫേമസ് അല്ല, ചെറുതുരുത്തിക്കാർക്ക് ഞാൻ വലിയൊരു സംഭവം ഒന്നും ആയിട്ടൊന്നല്ല, ഒരു വൈബ്. 24 hours ഉള്ള ഒരു റെസ്റ്റോറന്റ്. പിന്നെ അവിടുത്തെ ചായ നല്ല കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ചായ അവിടുത്തെ ചായ ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ, അതായത് ഇങ്ങനെ വേവിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ചായ, അതൊക്കെ ഇഷ്ടമാണ്. മറ്റുള്ള ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല. എല്ലായിടത്തും കിട്ടുന്ന. പിന്നെ ഒന്നാമത് നമ്മളിപ്പോ ഈ ദുബായിൽ നിന്നൊക്കെ വന്ന കാരണേ
വലിയ വർത്താനം പറയില്ല. അവിടുത്തെ ബർഗർ, അവിടുത്തെ സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. കാരണം അതിന്റെ ബെന്നായിക്കോട്ടെ, ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾസ് ആയിക്കോട്ടെ, സലാഡും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ചീസും ഒക്കെ ഒരു ക്വാളിറ്റിയാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടാണ്. അപ്പൊ അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. എനിക്ക് പേഴ്സണലി പറയാം, എനിക്ക് വലിയ താല്പര്യമില്ല ഇവിടുത്തെ ബർഗറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. എനിക്ക് നല്ല അടിപൊളി ചായയാണ് മെയിൻ. അതെ, ചായ സ്നാക്സ് ഒന്നും കഴിച്ചോളാം നിർബന്ധമൊന്നുമില്ല. ചായ കുടിക്കണം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചായ കുടിക്കണം. ഒരു ദിവസം ഒരു 6-7 ചായ, 5-6 ചായ. ഷാലിമാറിന്റെ അടുത്ത് ഒന്നില്ലെങ്കിൽ സുലൈമാനി, അല്ലെങ്കിൽ ഫ്രഷ് മിൽക്ക് സാധാ ചായ, പാൽ ചായ. അതാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മൾ എത്തിക്കുന്നത് എന്തതിന്റെ പേര് കിസ്മിസ് ആണല്ലേ. എന്താണ് കച്ചറ എന്താ ഇവിടെ ഇതൊക്കെ അല്ലേ? എന്തെങ്ങനെ ഇത് തട്ടി വെക്കി ബിലാൽമൻ കേട്ടില്ലേ? വിറ്റ് കേട്ടില്ലേ? പറഞ്ഞു കൊടുക്കപ്പ. അല്ല അതല്ല, ഇത് പറഞ്ഞു ആടാ. ഇമ്മാനി കുട്ടികളെ കിട്ടേ നാളെ അവര് രണ്ട് ചായ വിത്തൗട്ട് പറഞ്ഞില്ലേ? മധുരം ചേർത്ത ചായ തന്നെ. ഇവരൊക്കെ ഡയറ്റാണ്, ഡയറ്റ് വിത്തൗട്ട് അല്ലാഹുവേ, വെറുതെ പൈസ കളയണട്ടാ. ആ അതൊക്കെ ബിലാൽമോനെ പോവും. ചപ്പണ്ടി ചൂപ്പണ്ടി എന്നൊക്കെ പറയണേ. അത് നോക്കണു. ആ ചായ ബൂസ്റ്റ് ഇട്ട ചായ, ബൂസ്റ്റ് ചായ അതിലിട്ടില്ല. അപ്പൊ അതിന്റെ മധുരം ഇല്ല. ചായ രസല്ലേ? ആ എച്ചൂസ്മിനെ വിളിക്കണ്ടേ? എന്തിനാ ചായ പണികൾ ചെയ്തിട്ട് ഇങ്ങനെ വൈകുന്നേരം വരുമ്പോ ടയേർഡായിട്ട് തന്നെയാ. എന്നിട്ട് ബാക്കി പറയ്. അപ്പൊ നിർത്തി. ഓള് വിറ്റ് പറയാൻ വന്നത് ഓണാക്കി പോള് നിർത്തി. എന്നിട്ട് ബ്ലോഗ് എടുക്കുമ്പോൾ ഒറ്റക്ക് ബ്ലോഗ് എടുക്കണവര് ഇവിടെ. ഇത് ശരിയല്ല കേട്ടോ. അവര് രണ്ടനിയത്തിമാള്, രണ്ടനിയത്തിമാര്, അനിയത്തിമാളെ ലുലുമാള് പോലെ മുർഷിമാള്, മുബിമാള്, കൊച്ചുമോള്, മുഫിമാള് അല്ലേ? കൊച്ചുമോളെ ഇവിടെ മോന്, ഉപ്പമോന്, വഹാബ് മോന്. ഇവര് ഞങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വല്യാത്തയുണ്ട്, കൊച്ചുമോളുണ്ട്, അളിയനുണ്ട്, ഉപ്പയുണ്ട്. പക്ഷെ എല്ലാരും ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. ആ ഏത് കുട്ടിയുണ്ട്. ഐശുദ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടാ. എന്താ ഐശു കുടിയിൽ കിടന്ന് ഉറങ്ങില്ല ഇത്ര സുഖത്തില്? എത്ര ആൾക്കാർ ഇരുന്ന് തരാ അതിന് മണക്കണോ? ആരെ വാച്ച എവിടെ വെച്ചിക്കണ്? നമ്മളെ കൊണ്ട ഫ്രണ്ടില. ഇമ്മല്ലാത്ത വിഷമാട്ടാ. അത് റെഡിയാക്കാം. കാലി അവർക്ക് കാലി മയനൈസ് പോയി. എങ്ങനെയുണ്ട് ഇപ്പാ? ടേസ്റ്റ് ഉണ്ടോ? ചായ വേണമെങ്കിൽ പറയണ്ടേ? എന്ത് പണ്ടായി? അടിപൊളിയാകില്ലേ? കിസ്മിസ്
ചായ ഒക്കെ മുബിയെ എങ്ങനെ ഉണ്ടായിരുന്നു? വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? ഐഷു കണ്ട സുഖമായിട്ട് ഉറങ്ങണ പാവം, വൈബിലൊന്നും പെടാതെ. അപ്പോൾ അതാ വല്ലാത്ത വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ്. അറിയൊന്നുമില്ല, രാത്രി വണ്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കണേ. ലോറികൾ വരും കേട്ടാ. അപ്പോൾ ഞാനുള്ള ധൈര്യത്തിൽ ഓടിക്കണ്ട. ഞാൻ വണ്ടിക്ക് 4 ടയറുള്ള ധൈര്യത്തിൽ അതിൽ കയറണത്. വണ്ടി തുറക്ക്. അതിസാഹസികമായ വില്ലാത്താൾ ഡ്രൈവിംഗ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണ്ടി ലോറിനെ വരെ കടത്തി വെട്ടിക്കൊണ്ടാണ് വില്ലാത്ത പോണത്. ഒറ്റ വെട്ടിക്കൽ വെട്ടിക്കരുത്. അതാണ് സൈഡ് പോകണുണ്ടെങ്കിൽ ഞാൻ റേറ്റ് എടുക്കുക പറയുമ്പോൾ ഒറ്റ വെട്ടിക്കലല്ല. അത് നമ്മൾ സിറ്റുവേഷൻ നമ്മൾ പഠിക്കലുണ്ട്. കുറച്ച് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് നേരെ ക്ലച്ച് ഫുള്ളി ഓടിയിട്ട് പുറത്ത്. ഇക്കാകാട് അതിഭയങ്കരമായ കോച്ചിങ്ങിലൂടെ വല്ലാത്ത അതിസാഹസികമായി ആക്സിലേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം ക്ലച്ച് ഫുള്ളി ചവിട്ടി. ഇനി ബ്രേക്കിന് നമ്മൾ കാലം കറക്റ്റാണ്. ആക്സിലേറ്റർ ചവിട്ടരുത്, ക്ലച്ച് ചവിട്ടരുത്, ബ്രേക്കിന്റെ മുകളിൽ കാല് ഫുള്ള്. അതിന് മാത്രം എണ്ണൊന്നും വേണ്ട. ഇതേപോലെ രാത്രി വണ്ടി ഓടിക്കാൻ ഏറ്റവും സുഖം രാത്രി. ആ ഒരു 100-200 രൂപ എണ്ണ അടിക്കുക, ഒന്ന് കറങ്ങുക. 200 രൂപ എണ്ണ അടിച്ചിട്ട് ഒന്ന് കറങ്ങുക. എന്നും 200 രൂപ അടിച്ചോളൊന്നുമില്ല. എണ്ണ ഇല്ലെങ്കിൽ അടിക്കുക. ഇപ്പൊ ഞാൻ പലരോട് പറഞ്ഞില്ല, അവിടെ എത്തും വണ്ടി എത്തും. അത് ഇങ്ങനെ പോന്നിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എണ്ണ ലാഭം കിട്ടും. കുറച്ച് ആട്ടുകാട്ട എന്താ ഹൈവേ റോട്ടിൽ കൂടെ നല്ല അങ്ങനെ നല്ല മാസ്റ്റർ ആട്ടോ. അതിനെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയും. അങ്ങനെ പറയരുത്. വണ്ടി ഓടിക്കാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി ഓടിക്കലല്ല പണി. ഹെഡ്ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓഫ് ആക്കാൻ അറിയില്ല. ഡോറ് തുറക്കാൻ പറഞ്ഞാൽ ഡോറിന്റെ ലോക്ക് തുറക്കാൻ പേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്നോട് ഞാൻ പറഞ്ഞില്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടും. എല്ലാരും ഓട്ടോമാറ്റിക് അല്ലല്ലോ. അനക്ക് ലൈസൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഈ. ഒരു ലൈസൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഇടാൻ അറിയില്ല, ഹെഡ്ലൈറ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും അറിയില്ല. വണ്ടറ ഞാൻ തന്നെ അല്ല സത്യമായിട്ട് ഞാൻ അറിയോ, രാത്രിക്ക് ആദ്യമായിട്ട് അന്ന് എന്റെ കൂടെ വണ്ടി ഓടിച്ചത്. ആരുടെ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ഞാൻ പന്നിട്ട് ചൂടാവാനോ ദേഷ്യപ്പെടാനോ ഒന്നും വന്നിട്ടില്ല. ഞാൻ പറയണ എന്താ, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട്. ഇതിപ്പോ തിരുവത്തി ഇവിടെ നമ്മളെന്താ ആദ്യം ബ്രേക്ക് ഒന്ന് ചവിട്ടിട്ട് ക്ലച്ച് ചവിട്ടി ആ ഗിയർ ഒന്ന് സെക്കൻഡിലേക്ക് ഡൗൺ ചെയ്ത് പിന്നെ ഒന്ന് ഫസ്റ്റിലേക്ക് ഇട്ട് എന്നിട്ട് ഇതാ വണ്ടി ഒന്ന് വലിയ പിന്നെ വീണ്ടും ക്ലച്ച് ചവിട്ടി സെക്കൻഡിലേക്ക് ഇട്ട്. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു ചെയ്ത് അനക്ക് ലൈസൻസ്, അതായത് എന്നെ ആദ്യമായിട്ട് പഠിപ്പിക്കില്ല. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ച് ലൈസൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാ. ലൈസൻസ് എടുത്ത വ്യക്തിയോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യം ഞാൻ ചിന്തിക്കണത്. നിങ്ങള് വരാൻ വേണ്ടി ഇപ്പൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ. കാരണം അന്ന് ലൈസൻസ് എടുത്തിട്ട് വണ്ടി തൊടാതെ ഒരു വണ്ടിയൊക്കെ ഇടക്കൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നമുക്കൊരു 200 രൂപ എണ്ണ അടിക്കുക, രാത്രി വണ്ടി എടുക്കുക, പുറത്തിറങ്ങുക, ഓടിക്കുക. എന്നിട്ട് അവിടെ നിങ്ങളൊക്കെ പോയാ ഞാൻ വണ്ടി ഓടുന്നു. എവിടുന്ന് വണ്ടി ഓടണെന്ന് പറഞ്ഞാൽ റിയാസ് അളിന്റെ വണ്ടി അവിടെ ഇല്ലേ, വണ്ടി ഓടിക്കാൻ ഞാൻ പോകുമ്പോഴത്തേന് വണ്ടി ഞാൻ വണ്ടി ഉണ്ടായി മാത്രം പോരാ. വണ്ടി ഇതിപ്പോ കൊണ്ടെത്തി കണ്ട. ബ്രേക്ക് ഒന്ന് ജസ്റ്റ് ബ്രേക്കിന്റെ മുകളിൽ കാല് വെച്ച് വണ്ടി കണ്ട സ്ലോ ആക്കി സെക്കൻഡിലിട്ട് ഫസ്റ്റിലിട്ട് കണ്ട പതുക്കെ കണ്ട. അപ്പൊ ഞാൻ എന്റെ കാലില്ലേ പകുതി ക്ലച്ചിന്റെ മോളാ. ഞാൻ ആക്സിലേറ്റർ ചവിട്ടിയിട്ടില്ല, ക്ലച്ചിന്റെ മോളാണ് ഇപ്പൊ ഈ വണ്ടി പോണത്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നല്ല രാത്രി നിഗൂഢമായ വഴിയിലൂടെ കൃത്യം 3:03 ഞങ്ങൾ എന്ത് റോഡെന്ന് പറയാ, വിജിലംബിച്ച റോഡിലൂടെ ഞങ്ങളുടെ നാടായ അതെ കാട്ടുമുക്കിലൂടെ ഹൈവേ റോഡൊക്കെ കഴിഞ്ഞിപ്പോ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ള റോഡിലേക്ക് എത്തി. അല്ല നമ്മളവിടേക്ക് എത്തുമ്പോ ഒന്നുകൂടി വിശാലാവും കേട്ടോ. ഇത് പറ്റ കാട്. ഞങ്ങളെ നാട്ടിലേക്ക് എത്താറായിട്ടുള്ള വഴിയാണ് മാത്രം. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. അവരെവിടെ? അവരെ കാണാനില്ല. ബിലാൽമാനെ ഒന്ന് വൈൻഡപ്പ് പറഞ്ഞേ. അപ്പൊ നമ്മള് ചെറുതുരുത്തി പോയി ചായ ഒക്കെ കുടിച്ച് വന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ
വലിയാത്താക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് ചീത്തയും കേട്ടു. 3:12 അങ്ങനെ വീട്ടിലെത്തി. മറ്റൊരെത്തിയില്ല. മറ്റൊരെവിടെ നേരം ഫോണിലൊക്കെ നോക്കി. ഇനി എവിടക്ക പോ നോക്കണ്? ഫോണിൽ നോക്കിയാൽ ഉറക്കം വരുള്ളൂ. ഫോണിലൊക്കെ നോക്കിയിട്ട് ഇതാ കിടന്നുറങ്ങാൻ പോകുന്നത്. നമ്മളെ ബാക്കിൽ വരുന്ന വണ്ടിക്കാർ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരോട് എടി ഇമ്മ വന്നാ ഇതായിരുന്നു. അതിപ്പല്ലേ പറഞ്ഞില്ലേ മോനെ? ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്. ഇപ്പൊ ഒരു ബായ് പറഞ്ഞേ.